theborderofamind.com എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഈ വ്യാഖ്യാന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. അജ്മലിന്റെ ബ്ലോഗ്, അതായത് theborderofamind.com, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറയുകയാണെങ്കിൽ നമ്മളിലെല്ലാമുള്ള ആ ഒരു ജിജ്ഞാസ, ഒരു അത്ഭുതം, അതിനെയൊക്കെ പരിവേഷം ചെയ്യാനുള്ളൊരു ഇടമാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹം അത് ശ്രദ്ധയോടെ കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സണൽ പ്രോജക്റ്റാണ്. അതെ, അദ്ദേഹത്തിന്റെ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, അതൊക്കെ എഴുത്തിലൂടെയും പിന്നെ കല, ദൃശ്യങ്ങൾ വഴിയുമൊക്കെ നമ്മളുമായി പങ്കുവയ്ക്കുന്നു. ശരിയാണ്. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ "There is always space" എന്നൊരു പോസ്റ്റിനെ പറ്റിയാണ്. എപ്പോഴും ഇടമുണ്ട് എന്ന് പറയാം. ആ പോസ്റ്റ് നമ്മളെ എപ്പോഴും ഈ സമൂഹം അളന്നുകൊണ്ടിരിക്കുന്നു, വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നല്. അത് മിക്കവാറും എല്ലാവർക്കും തോന്നുന്ന ഒന്നാണ്, അല്ലേ? അതെ, അതിനെക്കുറിച്ചാണ് ഈ പോസ്റ്റ്. നമുക്ക് അതിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? തീർച്ചയായും. പലപ്പോഴും നമ്മൾ വിചാരിക്കും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്ത് എത്തുന്നില്ല എന്ന്, വേണ്ടത്ര ധൈര്യമില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് മെലിഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഓരോ ലേബലുകൾ. ശരിയാണ്, പലതരം അളവുകോലുകൾ. അതെ, ഇതിനെതിരെ അജ്മൽ പറയുന്നൊരു പ്രധാന കാര്യം വളരെ സിമ്പിളാണ്. സാധാരണക്കാരായിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നതാണ്. അത് തന്നെ. ഇന്നത്തെ ലോകത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എല്ലാരും എന്തെങ്കിലുമൊക്കെ നേടണം, മികച്ചതാവണം എന്നൊരു ഓട്ടത്തിലാണ്. ശരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആ ഒരു പെർഫെക്റ്റ് ചിത്രം, അതിന് പിന്നാലെയാണ് പലരും. അപ്പോ ഈ പോസ്റ്റ് പറയുന്നത് ആ പുറമേ കാണുന്ന തിളക്കമല്ല യഥാർത്ഥത്തിലുള്ള മൂല്യം എന്നാണ്. അതെ അതെ, അവിടെയാണ് ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അജ്മൽ എഴുതുന്നുണ്ട്, യഥാർത്ഥ മൂല്യം അത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ആ ശാന്തമായ നിമിഷങ്ങളിലാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആത്മാർത്ഥമായ ബന്ധങ്ങളിൽ, ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇൻസ്റ്റഗ്രാമിലെ ലൈക്കുകളിലോ അല്ലെങ്കിൽ വലിയ ആഘോഷങ്ങളിലോ അല്ല. അത് തന്നെ. ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഒരു വലിയ ചിത്രത്തിലേക്ക് കണക്ട് ചെയ്താൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ, അത് പുറത്തേക്ക് കാണിക്കാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുത്തെന്നിരിക്കാം. ശരിയാണ്. പക്ഷെ ആ ഒരു യാത്ര, അതിലെ ആ താമസം, അതൊരിക്കലും നമ്മുടെ മൂല്യം കുറയ്ക്കുന്നില്ല. പുറത്തുള്ള ലോകം ചിലപ്പോ ഭയങ്കര വേഗത്തിലായിരിക്കും പോകുന്നത്, ചിലപ്പോ കുറച്ച് ഉപരിപ്ലവമായിരിക്കാം. എന്നാലും ആത്മാർത്ഥതയുള്ളവർക്ക്, ദയയുള്ളവർക്ക്, അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് അല്ലാത്തവർക്ക് പോലും അവർക്കെല്ലാം ഈ ലോകത്ത് എപ്പോഴും ഇടമുണ്ട് എന്ന് പോസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു. അതൊരു വലിയ ആശ്വാസമാണല്ലേ? തീർച്ചയായും. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനം. വളരെ ശരിയാണ്. നമ്മൾ എങ്ങനെയാണോ ആ ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾ സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും യോഗ്യരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ, ശക്തമായൊരു സന്ദേശം. അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് ശരിക്കും ഉൾക്കൊള്ളേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഇതിനെ എങ്ങനെ കാണാം? അതെ, അതാണ് ചോദ്യം. അജ്മലിന്റെ ഈ "There is always space" എന്ന പോസ്റ്റിന്റെ ഒരു കാതൽ നമ്മളിപ്പോൾ സംസാരിച്ചു. സാധാരണത്വത്തെ നമ്മൾ ഒരു മടിയും കൂടാതെ സ്വീകരിക്കുക, പുറത്തുനിന്നുള്ള താരതമ്യങ്ങൾ, സമ്മർദ്ദങ്ങൾ, അതിനൊക്കെ പകരം നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നൊരു മൂല്യം കണ്ടെത്തുക. ശരിയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യം വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ആ യഥാർത്ഥ മൂല്യമുള്ള നിമിഷങ്ങൾ ഏതൊക്കെയാണ്? ഒരുപക്ഷെ ആരും അധികം ശ്രദ്ധിക്കാത്ത ശാന്തമായ നിമിഷങ്ങൾ. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പിന്നെ ഈ എപ്പോഴും താരതമ്യം ചെയ്യുന്ന, എന്തെങ്കിലും നേടാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇടം, സ്വന്തം മൂല്യം എങ്ങനെ കണ്ടെത്താൻ കഴിയും? നല്ല ചോദ്യമാണ്. ഇത് സ്വയം ചോദിക്കേണ്ട ഒന്നാണ്. അതെ. അജ്മലിന്റെ കൂടുതൽ ചിന്തകൾ അറിയാനും അദ്ദേഹത്തിന്റെ മറ്റ് എഴുത്തുകൾ, വരകൾ, പിന്നെ ഈ എഴുത്തുകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പോഡ്കാസ്റ്റുകളൊക്കെ കേൾക്കാനും theborderofamind.com സന്ദർശിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. theborderofamind.com അതൊരു പുതിയ ലോകം തന്നെയാണ്, ജിജ്ഞാസയുടെയും അത്ഭുതത്തിന്റെയും ഒക്കെ. ശരിയാണ്. അപ്പോ അജ്മലിന്റെ മറ്റ് എഴുത്തുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ അടുത്ത ചർച്ചയ്ക്കായി കാത്തിരിക്കുക. തീർച്ചയായും. നന്ദി. നന്ദി.